വിളിച്ചാ വിളിപ്പുറത്താണ് കേട്ടാ. വിളിച്ചെന്നെ? ഞാൻ വിളിച്ചില്ല, വിളിച്ചാ വിളിപ്പുറത്താണ് ഇവിടുത്തെ ദേവി. എന്ത് കാര്യം സഹിക്കും. ഞാൻ 18 ഉടച്ചിന്നില്ല രാവിലെ. ഇത്രയൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. തേങ്ങ ഉടക്കണം, അതാണ് ഇവിടുത്തെ വഴിപാട്. തേങ്ങ കൊണ്ടുവന്നുണ്ട്. ഉണ്ടാ, അതറിഞ്ഞാ മതി. എന്റെ കൂട്ടുകാരൻ പറഞ്ഞായിരുന്നേ, ഇവിടെ ഒന്ന് തേങ്ങ ഉടച്ചാൽ മതി, എല്ലാ പ്രശ്നവും മാറി കിട്ടും. വേറൊരു സംഭവം ഉണ്ട്. കുറച്ചു മുമ്പ് 2 പേരും തേങ്ങ ഉടച്ചിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ 2 ഓടി. 2 പേരും ഓടിയാ? 2 പേരും ഓടിയെന്നല്ല, 2 കോടി ലോട്ടറി അടിച്ചു. ദേവി ദൈവമേ, പ്രാർത്ഥിച്ചു. ഞാൻ 5 കോടി എടുത്തേക്കാം. ഫലമുണ്ടാകും കേട്ടാ. തേങ്ങ ഉടച്ചോ, ഉടച്ചോ, മതി, കാര്യം സാധിക്കും. തലകറങ്ങിയല്ലേ ഞാൻ പറഞ്ഞ. ഞാൻ ഉടക്കണം. ഞാൻ എടുത്തോളാം. തല പാളി പോലെ പോയി. ഒരുപാട് അഭ്യാസം നമ്മുടെ കാര്യം സാധിച്ചാ പോരെ. മുടക്കിയ ചേട്ടനാരെ മനസ്സിലായില്ല. ഞാൻ തേങ്ങയുടെ അതാണ് കിടന്ന് കറങ്ങണ എനിക്ക് തോന്നി. നമ്മളിതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ചമ്മന്തി അരക്കാൻ പോണില്ലേ? പായസം വെക്കണ്ടേ? ഇതാ നിവേദ്യം അമ്പലത്തില് ഇത് കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വേണം. ആണല്ലേ? ഉടച്ചോ ദേവി, കാത്തിരിക്കണേ. അയ്യോ, എന്താണ്? ഞാൻ കല്ലുതരയിട്ടാണ് പൊട്ടിച്ചെതറി പോണി. 6 കഷ്ണമെങ്കിലും കിട്ടണം. പൊട്ടിയില്ല പിന്നെ നിങ്ങളുടെ അടുത്ത് വീണ്ടും പൊട്ടിക്കില്ല, അതുകൊണ്ടാണ്. എന്റെ സുഹൃത്തെ, ഞാനിതൊന്ന് ഉടക്കട്ടെ. കുഴപ്പമില്ല. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് താൻ എന്താ ആക്രാന്തമായി കാണിക്കണത്? ചേട്ടൻ പൊട്ടിച്ചോ? ഇത് ഞാൻ ഉടച്ചിട്ട് പെറുക്കെടുത്തോണ്ടുള്ള പരിപാടിയാണല്ലോ. ഒരുപാട് ഭക്തരെ ആൾക്കാർ പുറകെ ക്യൂ ആണ് തേങ്ങ ഉടക്കാൻ വേണ്ടിട്ട്. ഓരോരുത്തർ ഉടച്ചു മാറ്റാണ് അടുത്ത ആള് കയറാനായിട്ട്. അപ്പൊ ഞാനിത് ഉടച്ചിട്ട് താൻ എടുത്തുകൊണ്ട് പോകും. തേങ്ങയുടെ വില എന്താന്ന് എനിക്കറിയാം. 16 രൂപ. എടോ, അവനവൻ ഉടക്കണം, അവനെ എടുത്തോണ്ട് പോട്ടെ. അയ്യോ, അങ്ങനെ പറ്റൂല. ഇത് മൊത്തത്തില്. എന്ത് മൊത്തത്തില്? 6 പേര് കോൺട്രാക്ട് എടുക്കാൻ. പിന്നെ എന്ത് കോൺട്രാക്ട് ആണെന്നറിയോ? ഞാൻ കോൺട്രാക്ടറാണ്. ഞാൻ ഉടക്കണ തേങ്ങ താൻ എടുത്തുകൊണ്ടോ എങ്ങനെ ശരിയാവണേ? എന്റെ ചേട്ടാ, അമ്പലത്തിലെ വിശ്വാസമല്ലേ എല്ലാത്തിലും വലുത്. എന്നാ വിശ്വാസം ആയിക്കോട്ടെ കേട്ടാ. തേങ്ങ ഞാൻ ഇവിടെ ഉടക്കുമ്പോ താൻ എടുത്തുകൊണ്ടോ അല്ലേ? അപ്പൊ ചേട്ടൻ തേങ്ങ ഉടക്കില്ല, അതുകൊണ്ട് പോകണം. ഞാൻ തേങ്ങ ഇവിടെ ഉടക്കാൻ നേരത്തെ എടുത്തുകൊണ്ടോ അല്ലേ? അതല്ലേ? ഇനി താൻ എടുക്കണ എനിക്കൊന്ന് കാണണമല്ലോ. ചേട്ടാ, വിഷവൈദ്യരുണ്ടോ ഇവിടെ? ഇതാണോ വൈദ്യൻ? വിഷവൈദ്യൻ. എന്റെ വൈദ്യനെ ഒന്ന് രക്ഷിക്കണം. എന്താണ്? എന്നെ പാമ്പ് കടിച്ചു. ഇന്ന് രാവിലെ പാമ്പ് കടിച്ച്. അങ്ങോട്ട് നീങ്ങിരുന്നോളൂ. ആട്ടെ, എവിടെയാ പാമ്പ് കടിച്ചേ? ഇവിടെ. എവിടെയാ നോക്കട്ടെ, കാണിച്ചേ. പാമ്പ് വിഴുങ്ങാനോ? ക്ഷമിക്കണം കേട്ടോ, അറിയാതെ അറിയാതെ പറഞ്ഞു പോയിട്ടാണ്. ക്ഷമിക്കണം കേട്ടാ. പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് തന്നെ കൊല്ലാൻ പോന്നാണ്. അയ്യോ, അതല്ല, മരണോപ്രാർത്ഥി പറഞ്ഞു പോയതാണ്. 3 ഭാര്യ 4 പിള്ളേരും ഉള്ളതാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എവിടെ പാമ്പ് കടിച്ച? എവിടെ നോക്കട്ടെ. ഇവിടെ 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 ഇവൻ പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് എന്നെ കൊല്ലാൻ വന്നേക്കണം. അതെ, എന്ത് സംഭവിച്ചാലും ശരി, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണ വൈദ്യനാണെന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. പാമ്പേ കളിച്ചേക്കണ പാമ്പ് ഉഗ്രഗോപിയാ. ഉഗ്രഗോപിയാണോ? ഉഗ്രഗോപിയാണോ സുരേഷ് ഗോപിയാണോ എനിക്ക് അറിഞ്ഞൂടല്ലേ. എന്തായാലും എന്റെ ജീവൻ രക്ഷിക്കണം. എവിടെ വെച്ചാ പാമ്പ് കടിച്ച? കോട്ടയം നാഗമ്പട സ്റ്റാൻഡിൽ മൂത്രമൊഴിച്ചോണ്ടിരിക്കുന്നത്, അവിടെ വെച്ചാ കടിച്ചത്. അവിടെ നിന്ന് ഇവിടം വരെ പാമ്പിനെ വിളിച്ചു വരുത്താൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വൈദ്യൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണ വൈദ്യനാണെന്ന്. കോട്ടയത്ത് ഇവിടം വരെ പാമ്പ് വരാന്ന് വെച്ചാൽ ഒരുപാട് സമയം പിടിക്കും. അതാ പറഞ്ഞേ. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കാനൊരു കാര്യം ചെയ്യാം. നമുക്ക് പാമ്പിനെ അങ്ങോട്ട് ശരിയാക്കാം. പേടിക്കണ്ട കേട്ടോ. ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ട്. പെട്ടെന്ന് വിളിക്ക്. പേടിക്കണ്ട. എന്റെ ദൈവമേ, എന്റെ ജീവൻ. ഇത് വിഷവൈദ്യനാ. പെട്ടെന്ന് വരണം. കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട. എന്നാലും കടിച്ച പാമ്പിനെ മൊബൈൽ ഫോണിൽ വിളിച്ചു വരുത്തുന്ന വിഷമത്തിന് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടാ. പാമ്പിനെ അല്ലടോ വിളിച്ചു വരുത്തത്, ഒരു ആംബുലൻസാ വിളിച്ചു വരുത്തത്. ജീവനിൽ കൊതിയുണ്ട്, അതിൽ കയറി പോയിക്കോ, അല്ല ഇവിടെ കിടന്ന് ചാത്തോ. ഇതിനെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഹലോ ഹലോ ഹലോ, സാറിന് എവിടെ പോണേ? ഞാനൊരു പ്രതിനെ പിടിക്കാൻ പോകണം. പിന്നെ വിളിക്കാം. ബാക്കിൽ എന്റെ അമ്മ. അയ്യോ, കാലുവേദനത്തിന് പൊളിയാണ്. ആണോ? മസില് കൊളുത്തി പിടിച്ച്. എവിടെ പോണ്? വേണ്ട വേണ്ട, നിൽക്കൂല. വേണ്ട, പിടിക്കല്ലേ. എന്താണ് സാറേ? ഇതെന്താ സാറേ എനിക്ക് സാരി ഒന്ന് കരയണത്? അവിടെ
എന്താണ് അവിടെ? മൂത്രത്തിൽ കല്ലല്ല, പാറ എന്നിട്ടുവാ. നിന്നെ ഞാൻ എന്തായി കാണിക്കണം? മുതുകത്തിട്ട് മാന്തണം. മാന്തിയതല്ല, ഇടിച്ചതാ. ഇടിച്ചതാണോ? പറയണ്ടേ? എന്തിനാ സാറേ എന്നെ കുറിച്ചിരുത്തി ഇടിച്ചത്? എന്തിനാ ഇടിച്ചെന്നാ? എടാ, എന്റെ നട്ടലൊടിഞ്ഞു പോയി. നട്ടലൊടിഞ്ഞു. എടാ, കണിക്കൊന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം നീയല്ല മോഷ്ടിച്ചത്? മോഷ്ടിച്ചെന്നാ? പിന്നെ ഞാനോ? പിന്നെ ആരാ മോഷ്ടിച്ചത്? ദൈവദോഷം പറയല്ലേ സാറേ, ദൈവദോഷം പറയല്ലേ. നീയാണ് മോഷ്ടിച്ചത്. എനിക്ക് നീയാണ് മോഷ്ടിച്ചതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. എന്ത് ഇംപ്രമേഷൻ? പിന്നെ ഇൻഫർമേഷൻ. അത് ഞാനല്ല, ഞാൻ മോഷ്ടിച്ചതല്ല. നീയാണ് മോഷ്ടിച്ചത്. സാറേ, സാറിന് അറിയാലോ ഞാൻ വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണെന്ന്. എനിക്ക് എല്ലാ ദിവസവും 4 നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാനത് കൊണ്ടൊരു കാര്യം ചെയ്തു. അമ്പലത്തിൽ വിഗ്രഹം എടുത്ത് ഞാൻ വീട്ടിൽ വെച്ച് എന്നിട്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ തിരക്കുള്ള മനുഷ്യനല്ല സാർ, സമയമില്ല, അതുകൊണ്ടാണ്. അയ്യോ, അതിനാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. മോഷ്ടിച്ചെന്നല്ലേ? അവന്റെ നല്ല കിടുത്തി വീഴൂടാ. അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മേട് ഇവിടെയുള്ള ആൾക്കാർക്ക് അല്ലേ? ഞാനാണെങ്കിൽ അത് ഒറ്റടിക്ക് കേട്ടപ്പോ വിശ്വസിക്കുകയും ചെയ്ത്. നീ പറയുന്ന ക്ഷേത്രത്തില് ഒരു ഭക്തനാണ് ഈ ഞാനും. എനിക്കും ഡെയിലി ഈ പറയുന്ന ദൈവത്തെ പോയി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ, തിരക്കിനിടയിൽ എനിക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതിന് അപ്പൊ ഒരു കാര്യം ചെയ്യാം. നീ എടുത്ത വിഗ്രഹത്തിന്റെ പകുതി എനിക്കും പകുതി നിനക്കും. നിനക്ക് നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എനിക്ക് എന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ? എന്താ എന്ത് മനസ്സിലൊരു ലഡു പൊട്ടിയതാ? ചേട്ടന്റെ നെറ്റിയാണല്ലോ പൊട്ടിയത്. എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. എന്താ മോന് ധൃതി ഉണ്ടെങ്കിലും എനിക്ക് ധൃതിയില്ല. എന്താ എന്താ കാര്യം? എന്താ മുഖം? എന്തൊരു ഐശ്വര്യ മുഖത്തിൽ. എനിക്ക് പോണം. ആ കൈയൊന്ന് ഇട്ടിക്കേ. എന്നാ ഇത് കൈയാണോ? ഇത് കൈയല്ല, പിന്നെ രേഖകളുടെ പ്രവാഹമാ, ഗംഗാ പ്രവാഹം. എന്താ രേഖകള്? കുളിരി കോരുന്നു. മകൻ ഇവിടെ അങ്ങ് നിക്കണവനല്ല, പിന്നെ എവിടെ നിക്കണവനാ. ജാതക പ്രകാരം മോൻ അങ്ങ് വിമാനത്തിൽ പോകണം. ഞാനോ? സത്യസന്ധമായി മുഖത്ത് നോക്കിയൊരു കാര്യം ചോദിക്കാം. മകനൊരു പ്രേമമില്ലേ? എനിക്കോ? ഒരു പ്രേമം ഉണ്ട്. ഉണ്ട് ഇല്ലെന്ന് പറയരുത്. പ്രേമം ഉണ്ട്. അത് പറ. ഞാൻ കള്ളം പറഞ്ഞാലും മുഖലക്ഷണം സത്യം മാത്രമേ പറയും. എന്നാ ഒരു കാര്യം, എന്റെ ഈ മുഖത്ത് നോക്കി ഞാൻ പ്രേമിക്കുന്ന ആ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നൊന്ന് പറഞ്ഞാൽ പറയണം. ഈ മുഖത്ത് നോക്കി. അതെ. പെൺകുട്ടി ആരാണ്? പെൺകുട്ടി ഇപ്പൊ വരും. വന്നു. എവിടെ? വരുന്നുണ്ട്. അതോ ഈ പെൺകുട്ടിയാണോ നീ പ്രേമിക്കുന്നത് പറഞ്ഞത്? അതെ, ഈ പെൺകുട്ടിയാ. മകനെ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയാം. എന്തൊരു കഷ്ടം. എന്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് പറയണം. ഞാൻ അവിടെ മുഖത്ത് നോക്കി പറയാം. അതേ, എന്റെ മോളാടാ. അപ്പൊ നീയാണ് ഇവിടെ പുറകെ നടന്ന് വർഷങ്ങളായിട്ട് ശല്യം ചെയ്ത. മോനെ ഒരു കാര്യം പറയട്ടെ ബാബ. മറ്റൊന്നുമല്ല, ഈ മുഖത്ത് നോക്കി മുഖലക്ഷണങ്ങളും കൈരേഖ നോക്കി കൈരേഖ ശാസ്ത്രവും പറയും. ഇത് രണ്ടും ഞാൻ പറയും. അപ്പൊ ധൃതിയൊന്നുമില്ലല്ലോ പോകാൻ? അപ്പൊ അതായത് ഞാൻ ഒന്ന് ഭാവി പറയാം. വന്നത് എന്റെ ഭാവി ഇപ്പൊ പോയേനെ. നിങ്ങളെ ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. എന്നെ പ്രേമിക്കുന്നുണ്ടെന്നോ? പിന്നെ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയണം. ഒരാഴ്ച കഴിയുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ ഒരു പൊതി തരും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പൊതി തരും. ഈ പൊതിക്കകത്ത് എന്താ ഇരിക്കുന്നുള്ളത് ഞാനിപ്പോ പറയും. പക്ഷെ ഒരു 100 രൂപ എനിക്ക് തരണം. അല്ല, ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടു തരുമല്ലോ? തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോ പൊതി തരും. തീർച്ചയായിട്ടും കൊണ്ടുവരും. അതിനകത്ത് എന്താ ഇരിക്കുന്നുള്ളത് ഞാൻ ഇപ്പൊ പറയും. 100 വന്ന ഇപ്പൊ പറഞ്ഞിരിക്കും. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കൊച്ച പൊതിയുമായി വന്നിട്ട് ഞാനത് തുറന്നു നോക്കിയിട്ട് തന്നോട് പറയാം. താനൊന്ന് പോണോ? പണിയിലാണ്ട് നടന്നു. പൊതിയുടെ കാര്യം പറയാൻ പോയതാ. 100 രൂപ കിട്ടാനുള്ള കൊതിയും പോയി. ഇവന്മാരൊന്നും ഇനി ഒരിക്കലും നന്നാകത്തില്ലേ? അതെ, നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ മുഖലക്ഷണം, എന്താ സൗന്ദര്യം, ഈ ഓജസ് എന്നാ? ചേട്ടന് വല്ല സിനിമയിൽ അഭിനയിക്കാൻ വയ്യേ? ഇതിനേക്കാളും ഗ്ലാമർ ഇല്ലാത്ത എത്ര പേരാ സിനിമയിൽ അഭിനയിക്കുന്നത്? അത്ര നല്ല മുഖമാണല്ലേ? കളിയാക്കുകയാണല്ലേ? മുഖലക്ഷണങ്ങൾ പറയാൻ ഞാൻ. ഓ, മുഖലക്ഷണമാണല്ലേ? എന്ത് പറയാം? അല്ല, പണ്ട് ഇതിലേക്ക് വന്നിട്ടുള്ള ഞാൻ പണ്ട് ഇതിൽ വന്നിട്ടുള്ള അന്നൊരു തത്ത ഉണ്ടായിരുന്നില്ല? തത്ത ഉണ്ടായിരുന്നു. തത്ത ഞാൻ പറത്തി വിട്ടു. അതെന്തിനാ പറത്തി വിട്ടേ? അതേ, കൂട്ടി നിറങ്ങും ഭയങ്കര തെറി. ചീട്ടെടുക്കാൻ പറഞ്ഞ പറത്തി വിട്ടു. അത് ശരി. അതിനെതിരെ പറത്തി വിടുന്നേ? അത് തെറി പറഞ്ഞാ പിന്നെ പറത്തി വിടണ്ടേ? ആണോ? അത് പട്ടിണി കിടന്നു നരയിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടതാണോ? അല്ല, ഈ തത്ത എങ്ങനെ തെറി പഠിച്ചത്?
അതെന്റെ പിള്ളേര് പറയുന്ന കേട്ടില്ലേ തെറി പഠിച്ചത്. അല്ല പിള്ളേരെങ്ങനെയാ തെറി പഠിച്ചേ? അല്ല പിള്ളേരെന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണുമ്പിള്ള മുറ്റി തെറിയല്ലേ, നാക്കിനെല്ലോ എന്നാ തെറിയാ അവള്. അപ്പൊ തന്നെ പെണ്ണുമ്പിള്ള എങ്ങനെയാ തെറി പറയാൻ പഠിച്ചേ? അതിപ്പം ഞാൻ രണ്ടെണ്ണം വിട്ടിട്ട് വീട്ടിൽ ചെല്ലുമല്ലോ, വീട്ടിൽ ചെന്നാ പിന്നെ തെറി പറച്ചില്ലല്ലേ. ഇത് കേൾക്കുമ്പോ പെണ്ണുമ്പിള്ള പിള്ളേര് പഠിക്കുമല്ലേ, അത് കേട്ടായി തത്തയും പഠിച്ചത്. തത്ത അവസാനം പറത്തി അങ്ങ് വിട്ടു. ഏതായാലും പെണ്ണുമ്പിള്ള പറത്തി വിടാൻ പറ്റില്ല. അതെ, ഞാനൊരു മുഖലക്ഷണം നോക്കിയ ചേട്ടന്റെ സത്യസന്ധമായ കാര്യം പറയട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിതിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഈ മുഖലക്ഷണം എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാ, പൈസക്ക് വേണ്ടിയല്ലേ? അങ്ങനെ പറയും. ചേട്ടനെ പലരും പറഞ്ഞ് തട്ടിപ്പിലും പെട്ടിപ്പിലും പെട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാശല്ല, സത്യസന്ധമായ മുഖലക്ഷണം പറയുന്നതാണ് യഥാർത്ഥ ജോത്സ്യം എന്ന് പറയുന്നത്. ചേട്ടനോടൊരു കാര്യം പറയട്ടെ, സത്യം പറയാം. ചേട്ടന്റെ ഭാര്യ എഞ്ചിനീയർ ആണ്. എന്റെ ഭാര്യ എഞ്ചിനീയർ? അതെ, എഞ്ചിനീയർ. എടോ, ആശുപത്രിയിലെ തൂപ്പുകാരി അറിയാമോ? ഇതാ പറയുന്ന ഈ മുഖലക്ഷണം വെറും തട്ടിപ്പാന്ന്. ഇനി വേണ്ട എന്റെ പൊന്നു പ്ലീസ്, ദൈവത്തെ ഓർത്ത് വേണ്ട. ഞാൻ അങ്ങനെ പിണങ്ങി പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തല്ലാനോ കൊല്ലാനോ ഒന്നും വരുമല്ലോ. ചേട്ടന് ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ മിലിറ്ററിയിൽ കേണലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ മിലിറ്ററി കേണല് അല്ലേ? അതെ. എടോ, എനിക്ക് വാച്ചർ പണിയായിരുന്നു, അറിയാമോ? വാച്ചർ പണി? എന്റെ പൊന്നെ പുറമെ വന്ന് ഉപദ്രവിക്കാൻ, അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. സോറി. ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കും. ചേട്ടന് 2 പിള്ളേരുണ്ടോ? ഇത് കറക്റ്റ് ആണ്, സത്യമല്ലേ? പിള്ളേരുണ്ട്. എന്നിട്ടാണ് ഞാൻ കള്ളവാ പറയുന്നത്. ഇത് കറക്റ്റാ. ഈ പിള്ളേർ രണ്ടും പഠിക്കുന്നത്, അങ്ങ് വളർന്ന് ജോലി ചെയ്യുന്നത്, ഒന്ന് UK-ലും ഒന്ന് USA-ലും. സത്യമല്ലേ? കുഞ്ഞുങ്ങള് എടോ, 2 പിള്ളേരുള്ളത്. ഒരുത്തൻ വന്ന് UKG, ഒരുത്തൻ LKG-ലുവാ. അല്ല USA-ലും UK-ലും ഒന്നും അല്ല. UK-ലല്ല. ഇതാണ് പറയുന്നത് നുണയാന്ന്. ഇനി താ മേലെ ഒരു അക്ഷരം മിണ്ടി പോലെ കേട്ടോ. അല്ല അങ്ങനെ പറഞ്ഞാലേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പോകാനാ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ എന്റെ ശരി. അതൊക്കെ ഇരിക്കട്ടെ. ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയാം. ചേട്ടനൊരു അനിയനുണ്ടോ? അനിയനുണ്ട്. ഉണ്ടോ? അവൻ നാക്കെടുത്ത നുണയല്ലാതെ മറ്റൊന്നും പറയത്തില്ല. സത്യമാണോ? ഇത് കറക്റ്റ് ആണ്. ഇത്രയും നേരം പറഞ്ഞത് നുണയാണ്, പക്ഷെ അനിയനെ കുറിച്ച് പറഞ്ഞത് കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? ഇത് എങ്ങനെ പറയാൻ പറ്റി? എങ്ങനെ സാധിച്ചതോ? ഈ നുണ മൊത്തം പറഞ്ഞത് ആരാന്നറിയാമോ? ചേട്ടന്റെ അനിയനാ.